1150 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ശങ്കരാചാര്യരാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവുമുള്ള കാടാമ്പുഴയിലെ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന നടക്കുകയാണ്. അതോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ശ്രീ കെ മുരളി അവറുകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് അവറുകളെ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ടി സി ബിജു, ക്ഷേത്രം ട്രസ്റ്റി ശ്രീ എം വി അച്യുത വാര്യർ, ചിന്മയ മിഷൻ പ്രതിനിധിയായി എത്തിയിട്ടുള്ള പൂജനീയ ഗംഭീരാനന്ദ സ്വാമികൾ, മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വി മധുസൂദനൻ, മലബാർ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശ്രീ എ വേണുഗോപാൽ, കാടാമ്പുഴ ദേവസ്വം മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ പി കൃഷ്ണൻ നായർ, മാറാക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ അധ്യക്ഷൻ ശ്രീ കെ പി നാരായണൻ, പഞ്ചായത്ത് മെമ്പർ ശ്രീ പി പി ബഷീർ, ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ജാബിർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള സർവശ്രീ കെ പി രമേശ്, കെ രഞ്ജിത്ത്, കെ പി സുരേന്ദ്രൻ, ജയരാജൻ, കാടാമ്പുഴ ഭഗവതി ദേവസ്വം മാനേജർ ശ്രീ പി വി അച്യുത വാര്യർ, ശ്രീ വി ടി സുരേന്ദ്രൻ, മാട്ടിൽ ഗ്രൂപ്പിന്റെ എം ഡി, വർത്തമാനകാലത്ത് മതമൈത്രിക്ക് നല്ല ഒരു മാതൃക കൂടി നമുക്ക് കാണിച്ചു തന്ന ശ്രീ മാനുഹാജി, ശ്രീ കാടാമ്പുഴ മോഹനൻ, വേദിയിലെ മറ്റു പ്രമുഖരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചുകളുമൊക്കെ ജനകീയവൽക്കരിക്കപ്പെടുന്ന ശുഭവാർത്തകൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മതാന്ധതയുടെ ശക്തികൾ എത്ര ശ്രമിച്ചാലും മതത്തിന്റെ യഥാർത്ഥ സത്തയെ ഇല്ലാതാക്കാനാവില്ല. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തലങ്ങളാണ് മഹാമനീഷികളും വേദഗ്രന്ഥങ്ങളും ലോകത്തെ എന്നും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സംഘർഷത്തിന്റെയും കലാപത്തിന്റെയും വഴികളല്ല വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന് പ്രമാണങ്ങൾ എക്കാലത്തും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാന രീതികളും നമ്മളുടെ രാജ്യത്ത്, ലോകത്ത് നിലനിൽക്കുന്നു. എന്തുകൊണ്ട് ഇതൊന്നും ഏകമാന സ്വഭാവത്തോടുകൂടി ആയില്ല എന്നുള്ളത് തീർച്ചയായും ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ജഗദീശ്വരന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരേ മതക്കാരാക്കാൻ, ഒരേ വിശ്വാസക്കാരാക്കാൻ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്
ജഗദീശ്വരൻ അത് ചെയ്യാതിരുന്നത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരു ഭാഷ മതി എന്ന് ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു. ദൈവം അത് ചെയ്തില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വെളുത്ത തൊലിയുള്ളവരാക്കി സൃഷ്ടിക്കാൻ ദൈവത്തിനാകുമായിരുന്നു. ദൈവം അതിന് മുതിർന്നില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ആസ്വദിക്കാൻ ഒരേ കലാരൂപങ്ങൾ മതി, കേൾക്കാൻ ഒരേ പാട്ടും സംഗീതവും മതി, ഒരു ഭക്ഷണ രീതി മതി, ഒരു വസ്ത്രധാരണ സമ്പ്രദായം മതി എന്നൊക്കെ ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു, അത് നടപ്പിലാക്കാമായിരുന്നു. പക്ഷേ ദൈവം അതൊന്നും ചെയ്തില്ല. ബഹുസ്വരതയെ, വൈവിധ്യങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ജഗദീശ്വരനായ പരമേശ്വരനാണ് എന്നുള്ളതാണ്. ലോകത്തിന്റെ ഓരോ സൂക്ഷ്മാണുവിലും നമുക്ക് വൈവിധ്യങ്ങൾ ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. ദൈവം പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ കാക്കകളെയും പ്രാവുകളെയും മാത്രം സൃഷ്ടിച്ച് സൃഷ്ടിപ്പ് നിർത്തിയില്ല. ആയിരക്കണക്കിന് ഇനം പക്ഷികളെ എന്തിനാണ് ദൈവം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചത്? മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ പട്ടികളെയും പൂച്ചകളെയും സൃഷ്ടിച്ച് ദൈവത്തിന് സൃഷ്ടിപ്പ് നിർത്താമായിരുന്നു. എന്തുകൊണ്ട് ആയിരക്കണക്കിന് ഇനം മൃഗങ്ങളെ ദൈവം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു? ഇഴജന്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ പാമ്പിലെ ഏതെങ്കിലും ഒരു ഇനത്തെ മാത്രം സൃഷ്ടിച്ച് എനിക്ക് ഇഴജന്തുക്കളെ സൃഷ്ടിക്കാൻ അറിയാമെന്ന് മാലോകരെ ബോധ്യപ്പെടുത്തി സൃഷ്ടിപ്പിൽ നിന്ന് ദൈവത്തിന് മാറാമായിരുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇനം ഇഴജന്തുക്കളെ എന്തിനീ ഭൂമുഖത്ത് ദൈവം സൃഷ്ടിച്ച് സംവിധാനിച്ചു? വൃക്ഷലതാദികളെ സൃഷ്ടിച്ചപ്പോൾ തെങ്ങും കമുങ്ങും മാത്രം സൃഷ്ടിച്ച് ദൈവത്തിന് സൃഷ്ടിപ്പ് നിർത്താമായിരുന്നു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇനം വൃക്ഷലതാദികളെ ഈ ഭൂമുഖത്ത് എന്തിനാണ് ദൈവം സൃഷ്ടിച്ച് സംവിധാനിച്ചത്? എന്തിനൊരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവയുടെ എല്ലാം ഉത്തരം എന്ന് മനസ്സിലാക്കിയാൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പിന്റെ, അകൽച്ചയുടെ തലങ്ങൾ എവിടെ? ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അകൽച്ച കാണാൻ കഴിയില്ല. ഈ വൈവിധ്യങ്ങളാണ് ലോക സമൂഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. എല്ലാ ദർശനങ്ങളും എല്ലാ വിശ്വാസധാരകളും മഹാസാഗരമാകുന്ന ജഗദീശ്വരന്റെ സന്നിധാനത്തിലേക്ക് ഒഴുകുന്ന വ്യത്യസ്ത കൈവഴികളാണ്, തോടുകളാണ്, പുഴകളാണ് എന്ന് കരുതിയാൽ അകൽച്ചയുടെ ഒരു വിഷയമേ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നില്ല. ഭഗവത്ഗീതയിലെ ദൈവം ലോകത്തോട് പറയുന്നുണ്ട്, ഹേ യഥാമാം പ്രപത്യന്തേ തം തദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യ സിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും ആത്യന്തികമായി നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യ സിദ്ധിക്കായി ഏതേത് മതദർശനങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങൾ എന്റെ വഴിയിലാണുള്ളത് എന്ന് ഭഗവത്ഗീതയിലെ ദൈവം ലോകത്തെ ഉത്ബോധിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ആരാണ് ഒരു മുസ്ലിം എന്ന് ഖുർആൻ പറയുകയാണ്? മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രമല്ല അവർ വിശ്വസിക്കുന്നത്, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. നമ്മൾ സാധാരണ കരുതാറ് വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് മുസ്ലിങ്ങൾ എന്നാണ്. പക്ഷേ ഖുർആൻ തന്നെ ആ ധാരണയെ കീഴ്മേൽ മറിക്കുന്നു. ഖുർആൻ പറയുന്നത് ഖുർആനിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല മുസ്ലിങ്ങൾ, ഖുർആന് മുമ്പ് അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ഭഗവത്ഗീത നമ്മളുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ്. ബൈബിൾ, പഴയ നിയമവും പുതിയ നിയമവും വേദഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അവയിലൊക്കെ വിശ്വസിക്കുവാൻ വിശ്വാസപരമായി ബാധ്യസ്ഥനാണ്
ഒരു മുസ്ലിം എന്നർത്ഥം. ഹേ യഥാമാം പ്രപത്യന്തേ താം തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, മുഹമ്മദേ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല അവർ, എല്ലാ വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി, പ്രവാചകന്മാർക്കിടയിൽ മതനേതാക്കന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും അവർ കൽപ്പിക്കുന്നില്ല. എല്ലാ മതനേതാക്കന്മാരെയും എല്ലാവരുടെ ആരാധനാമൂർത്തികളെയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണണം എന്ന് എല്ലാ വിശ്വാസ ദർശനങ്ങളും ലോകത്തെ ഉത്ബോധിപ്പിക്കുന്നു. ആ ഉത്ബോധനമാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ അന്തസത്ത എന്ന് പറയുന്നത്. ആ അന്തസത്ത ഉൾക്കൊണ്ടത് കൊണ്ടാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് സൗഹാർദ്ദം നിലനിൽക്കുന്നത്. സെക്കുലറിസം എന്ന വാക്ക്, മതനിരപേക്ഷത എന്ന വാക്ക് പാശ്ചാത്യരിൽ നിന്ന് നമുക്ക് കിട്ടിയ ആശയമല്ല. അശോക ചക്രവർത്തിയുടെ ശിലാഫലകങ്ങളിൽ നിന്നാണ് ലോകം ആദ്യമായി മതേതരത്വത്തിന്റെ വാചകങ്ങൾ പഠിച്ചത്. അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം അന്നത്തെ പ്രാചീനമായിട്ടുള്ള മതം പരിത്യജിച്ച് ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്ത് മതപരിവർത്തനം നടത്തിയ ഒരാൾക്ക് പിന്നെ ഭരണത്തിൽ തുടരാൻ കഴിയില്ല. പക്ഷേ അശോക ചക്രവർത്തി തന്റെ പ്രാചീന മതം പരിത്യജിച്ച് കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ മതം പരിത്യജിച്ച, ഞങ്ങളുടെ പരമ്പരാഗത മതം പരിത്യജിച്ച അശോകൻ ചക്രവർത്തി പദത്തിൽ ഇരിക്കരുത് എന്ന് ഒരാളും ഈ രാജ്യത്ത് പറഞ്ഞിട്ടില്ല. നീണ്ട 800 വർഷക്കാലം മഹാഭൂരിപക്ഷം ഹൈന്ദവ മതവിശ്വാസികളുള്ള ഇന്ത്യ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചു. തുടർച്ചയായി 800 കൊല്ലം സൈന്യത്തിന്റെ പിൻബലം കൊണ്ട് ഒരു രാജ്യത്തെ ഒരിക്കലും ഒരു ഭരണാധികാരിക്കും ഇത്ര വർഷം ഭരിക്കാൻ കഴിയില്ല. 800 വർഷം നീണ്ടുനിന്ന മുസ്ലിം ഭരണത്തിന് തിരശ്ശീല വീണത് 1857 ഇന്ത്യയുടെ മഹത്തായ 1ാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ്. ആ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അവസാനത്തെ മുഗള ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തിയത് ബ്രിട്ടീഷുകാർ. അത്രയും കാലം ഈ രാജ്യത്ത് മുസ്ലിം ഭരണം നിലനിന്നു. ഏതെങ്കിലും ഒരു ക്ഷേത്രമുറ്റത്ത് ഹിന്ദുമത വിശ്വാസികൾ യോഗം ചേർന്ന് ഞങ്ങളുടെ മതക്കാരല്ലാത്തവർ ഞങ്ങളെ ഭരിക്കേണ്ട എന്ന് തീരുമാനിച്ചതായി നമുക്ക് കേട്ടുകേൾവിയില്ല. ഇന്നുണ്ടായതല്ല സൗഹാർദ്ദവും സ്നേഹവും ഒന്നും. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ശബരിമലയിൽ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ശബരിമലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുന്നതിന് വേണ്ടി ഒരു അന്വേഷണ തൃഷ്ണയോടെയാണ് ഞാൻ പോയത്. 1 മണിക്കൂർ കൊണ്ട് മല കയറി ശബരിമല സന്നിധാനത്തിലെത്തുമ്പോൾ രാത്രി പുലർച്ചെ ഏതാണ്ട് 1:15 കഴിഞ്ഞിരുന്നു. നട അടച്ചിരുന്നു. 18ാം പടിയുടെ താഴെ നിന്നൊന്ന് നോക്കി അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം അയ്യപ്പ സന്നിധാനമൊക്കെ സന്ദർശിച്ചു. ഭക്തജനങ്ങളോടൊപ്പം സമയം ചെലവിട്ടു. ഇറങ്ങി വരുമ്പോൾ മറ്റൊരു സ്ഥലത്തുകൂടി പോകണം എന്ന് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞു. 18ാം പടിയുടെ തൊട്ടടുത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വാതിലുകൾ തുറന്നു വെച്ച് വാവരുടെ നട ഇരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ എത്തുന്ന ഹിന്ദുമത വിശ്വാസികളെ അനുഗ്രഹിക്കുവാൻ ഒരു മുസ്ലിം പുരോഹിതനുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ അദ്ദേഹം അനുഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ കരുതിയിരുന്നത് എരുമേലി പള്ളിയിലാണ് വാവര് സ്വാമിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്നത് എന്നാണ്. ലോകത്തിലെ ഒരു ക്ഷേത്രത്തിന്റെയോ ഒരു ആരാധനാലയത്തിന്റെയോ മുറ്റത്ത് ഇങ്ങനെ ഒരു സൗഹാർദ്ദത്തിന്റെ തലത്തെ കാണിച്ചു തരാൻ ആർക്ക് കഴിയും? അയ്യപ്പന്റെ
സന്നിധാനത്തിന്റെ തൊട്ട് മുന്നിൽ 18-ാം പടിയുടെ തൊട്ടടുത്തായി പടിഞ്ഞാറ് ഭാഗത്തേക്ക് അയ്യപ്പന് മുഖാമുഖമായി വാവരസ്വാമിയുടെ ബാബർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സന്തത സഹചാരിയുടെ നട തുറന്നു വെച്ചിരിക്കുന്നു. ഇതിലുമധികം സൗഹാർദ്ദത്തിന് ഇനി എന്തു വേണം? ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിലെ പ്രസിദ്ധമായിട്ടുള്ള മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടുത്സവത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 14 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവമാണത്. ആ ഉത്സവത്തിൽ ഇന്നലെ ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന് സമീപത്തുള്ള പ്രാചീനമായ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു കുടം ഉപ്പുമായി ഒരു വരവ് വന്നു. ക്ഷേത്ര മേലാധികാരികൾ, ക്ഷേത്രത്തിന്റെ പൂജാരിയും തന്ത്രിയും അടക്കമുള്ളവർ ഉത്സവ ഛായയിൽ വന്ന ആ ഉപ്പുമായി വന്ന സംഘത്തെ സ്വീകരിച്ചു. ഉപ്പിന്റെ കലം വാങ്ങി അവർ ക്ഷേത്ര സന്നിധാനത്തിൽ വെച്ചു. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ അവരോട് അന്വേഷിച്ചപ്പോ അവരെന്നോട് ആ കഥ പറഞ്ഞു തന്നു. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പെരുങ്കളിയാട്ടുത്സവം നടക്കുന്ന സമയത്ത് അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്നുള്ളത് ആ ക്ഷേത്രത്തിലെ ഒരു രീതിയായിരുന്നുവത്രേ. ഭക്ഷണത്തിന് സാധനങ്ങൾ വാങ്ങിയപ്പോ ഉപ്പ് വാങ്ങാൻ മറന്നുപോയി. രാത്രി വളരെ ഇരുട്ടിയിരുന്നു. എല്ലാ കടകളും അടച്ചു. ക്ഷേത്രത്തിന്റെ സമീപത്ത് പലചരക്ക് കച്ചവടം ചെയ്തിരുന്നത് മുസ്ലിം തറവാട്ടിലെ ആയിരുന്നു. അർദ്ധരാത്രി ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. യാതൊരു മടിയും കൂടാതെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ കട തുറന്ന് അതിൽ നിന്ന് ആവശ്യമുള്ള ഉപ്പ് എടുക്കുവാൻ വേണ്ടി പറയുകയും അങ്ങനെ ഉപ്പെടുത്ത് കൊണ്ടുവന്ന് ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നടക്കുന്ന എല്ലാ പെരുങ്കളിയാട്ടുത്സവത്തിന്റെയും ഒരു ആചാരമെന്ന് പറയുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന വ്യക്തി ഒരു കലം ഉപ്പുമായി വരികയും അത് ക്ഷേത്ര സന്നിധാനത്തിൽ തന്ത്രിമാരും പൂജാരികളും സർവ ബഹുമാനത്തോടെ വാങ്ങി വെക്കുകയും ചെയ്യുന്ന രീതി അതിന്നും തുടർന്നു വരുന്നു. നമ്മളുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെപ്പുകളാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? തിരൂരങ്ങാടിക്കടുത്താണല്ലോ മമ്പുറം തങ്ങളുടെ മഖാം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയെ പോലെ അദ്ദേഹം കരുതിയിരുന്ന കണക്ക് സൂക്ഷിപ്പുകാരനായിരുന്നു കോന്തുനായർ. കോന്തുനായർ മരിച്ച് 2 വർഷമേ പിന്നെ മമ്പുറം തങ്ങൾ ജീവിച്ചിരുന്നുള്ളൂ. മമ്പുറം തങ്ങൾ ജീവിച്ചിരിക്കെ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ തങ്ങളോട് പോയി പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ പ്രദേശത്തൊരു ക്ഷേത്രമില്ല, അങ്ങൊരു ക്ഷേത്രം ഞങ്ങൾക്ക് വേണ്ടി പണിത് തരണം. സയ്യിദ് അലവിക്കോയ തങ്ങൾ കളിയാട്ടുമുക്കിലെ പ്രസിദ്ധമായ ക്ഷേത്രം അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി പണിതു കൊടുത്തു. ആ കളിയാട്ടു കാണാൻ വരെ എത്തുമായിരുന്നുവത്രേ. ഉത്സവം മട്ടുപ്പാവിലിരുന്ന് കാണുവാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ സമീപത്തൊരു പള്ളി പണിതു സയ്യിദ് അലവിക്കോയ തങ്ങൾ. അതിന്റെ മട്ടുപ്പാവിലിരുന്ന് കളിയാട്ടുത്സവം കണ്ട് തിരിച്ചു പോകുമായിരുന്ന മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഓല കൊണ്ട് കുതിരയുണ്ടാക്കി കളിയാട്ടുത്സവത്തിന് പിന്നീട് പോകുന്ന ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് മമ്പുറം തങ്ങളുടെ മക്കാമിൽ പോയി, ശവകുടീരത്തിൽ പോയി സമ്മതം ചോദിച്ച് അവിടെ കാണിക്കയർപ്പിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളത്. ഇന്നും ആ പതിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ തലങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അവർ മതത്തിന്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നവരല്ല. ഒരു മതവും ലോകത്ത് കലാപമുണ്ടാക്കാനോ സംഘർഷമുണ്ടാക്കാനോ ആരോടും പറഞ്ഞതായി നമുക്ക് കേട്ടുകേൾവിയില്ല. എന്തിനാണ് പരസ്പരം അകന്നു നിൽക്കുന്നതും ജീവിക്കുന്നതും? നമ്മൾ എത്ര അടുത്ത് കഴിഞ്ഞവരാണ്. നമ്മളുടെ വികാരങ്ങൾ തമ്മിൽ, വിചാരങ്ങൾ തമ്മിൽ, ദുഃഖങ്ങൾ തമ്മിൽ എന്തു വ്യത്യാസം?
ലോകത്തൊരുപാട് മതങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ചു. അതനുസരിച്ച് വിശ്വാസങ്ങൾ ഉണ്ടായി. നമ്മൾ വ്യത്യസ്ത വിശ്വാസധാരകളെ പുൽകിയവരായി. അത് നമ്മളുടെ കുറ്റമല്ല. ലോകത്തെത്രയോ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ആ വൈവിധ്യങ്ങൾക്ക് സമാനമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്കാവണം, നമുക്ക് കഴിയണം. ലോകത്തിന്റെ ഏത് ദിക്കിലും ഏത് ദേശത്തും മതങ്ങൾ ജനങ്ങളെ അസ്വസ്ഥമാക്കാൻ പാടില്ല. അത് മനുഷ്യന് സ്വസ്ഥതയാണ് പ്രദാനം ചെയ്യേണ്ടത്. ജനങ്ങളെ അകറ്റാനുള്ളതല്ല വിശ്വാസം, അടുപ്പിക്കുവാനുള്ളതാണ്. അടുപ്പിക്കുവാനുള്ള വിശ്വാസത്തെ അകറ്റാനുള്ളതാണെന്ന് പ്രചരിപ്പിക്കുന്നവർ ഗീതാവചനങ്ങളെ തിരസ്കരിക്കുന്നവരും തമസ്കരിക്കുന്നവരുമാണ്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ ഒരു കഥാപാത്രമുണ്ട്, അബൂ താലിബ് എന്നാണ് ചരിത്രത്തിൽ ആ കഥാപാത്രം അറിയപ്പെടുന്നത്. ഹി വാസ് നോട്ട് എ മുസ്ലിം. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല. അറേബ്യയിലെ പരമ്പരാഗതമായ മതത്തിൽ വിശ്വസിച്ചിരുന്നയാളായിരുന്നു അബൂ താലിബ്. പക്ഷേ മുഹമ്മദ് നബി ഒരു പുതിയ സന്ദേശവും കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. പലരും അദ്ദേഹത്തെ അതിക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അബൂ താലിബ് പ്രതിരോധത്തിന്റെ കവചം തീർത്തു. അബൂ താലിബ് മരിക്കുന്നതുവരെ മുഹമ്മദ് നബിയുടെ മതത്തിൽ സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ മതക്കാരൻ ആയതുമില്ല. അങ്ങനെയുള്ള അബൂ താലിബുമാരാണ് ഈ രാജ്യത്ത് ഇതര മതസ്ഥർ, വിശിഷ്യ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ എന്നുള്ളത് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളവരാണ്. ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിനെ ആട്ടിപ്പുറത്താക്കാനല്ല ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ തുനിഞ്ഞതും മുതിർന്നതും. അവർ ഇസ്ലാമിനെ ഇവിടെ നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ആ ശ്രമത്തിന്റെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ വിവിധ മതങ്ങൾ ഈ രാജ്യത്തുണ്ടായതും പ്രചരിച്ചതും എല്ലാം. എല്ലാ വിശ്വാസധാരകളും നമ്മളുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും കാണാനാവില്ല. എന്റെ രണ്ട് വന്ദ്യരായിട്ടുള്ള അധ്യാപകന്മാർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയും ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമിയും അവർ വിശുദ്ധ ഖുർആനിലെ ചരിത്ര പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ഒരു ദീർഘയാത്ര പോവുകയുണ്ടായി. ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളും അവർ സന്ദർശിച്ചു മടങ്ങി വന്നു. ഞാനന്ന് തിരൂരങ്ങാടി PSMO കോളേജിൽ 2ാം വർഷ MA വിദ്യാർത്ഥിയായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണ തൃഷ്ണയോടെ ഞാൻ മടങ്ങി വന്ന അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ, നിങ്ങൾ കണ്ടുമുട്ടിയ സമൂഹങ്ങളിൽ ഒരു മതവിശ്വാസിക്ക്, വിശിഷ്യ ഒരു മുസ്ലിമിന് തന്റെ വിശ്വാസപ്രകാരം ജീവിക്കുവാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ നാട് ഏതാണ്? ഒരു നിമിഷം പോലും ആലോചിച്ചു നിൽക്കാതെ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇന്ത്യയോളം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ലോകത്തെവിടെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അവർ സൗദി അറേബ്യയിൽ പോയിരുന്നു. അവർ മധ്യപൗരസ്ത്യ മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന അത്ര സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നില്ല എന്നവർ പറയുകയുണ്ടായി. ഇതാണ് നമ്മളുടെ രാജ്യം. ആ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കണം. അത് ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമാണ് ക്ഷേത്രങ്ങളുടെ വിശുദ്ധി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്, ആരാധനാലയങ്ങളുടെ വിശുദ്ധി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആരാധനാലയങ്ങൾ കേവലം ആചാരാനുഷ്ഠാനങ്ങൾക്കും ആരാധനാകർമ്മങ്ങൾക്കും മാത്രമുള്ള കേന്ദ്രമായിക്കൂടാ. അതിനപ്പുറം സാമൂഹ്യമായ ഒരു ധർമ്മവും ആരാധനാലയങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. എല്ലാ മതങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ അകറ്റുക, അവന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുക, അവന്റെ ദുരിതങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുക. ഇതാണ് എല്ലാ മതങ്ങളുടെയും അന്തസ്സത്തയും എല്ലാ മതങ്ങളുടെയും ധർമ്മവും എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ വിശ്വാസികളുണ്ടോ എന്നറിയണമെങ്കിൽ ആ നാട്ടിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട് എന്ന് നോക്കുകയല്ല വേണ്ടത്, എത്ര പള്ളിമിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നന്വേഷിക്കലുമല്ല ചെയ്യേണ്ടത്, എത്ര ചർച്ചുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കലുമല്ല വേണ്ടത്. നിങ്ങൾ ഒരു നാട്ടിൽ വിശ്വാസികളുണ്ടോ എന്നറിയണമെങ്കിൽ ആ നാട്ടിൽ പോയി 4 വീടുകൾ കയറി നോക്കുക. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കുറപ്പിക്കാം അവിടെ മതവിശ്വാസികൾ ഇല്ല എന്ന്. ഏതെങ്കിലും ഒരു വീട്ടിൽ
കണ്ണീരും കയ്യുമായി കഴിയുന്ന മംഗല്യഭാഗ്യം സിദ്ധിക്കാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനായാൽ നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാം, വിശ്വാസത്തിന്റെ ലേബലൊട്ടിച്ച കപടന്മാരാണ് ആ നാട്ടിൽ അധിവസിക്കുന്നത്. യഥാർത്ഥ വിശ്വാസികൾ ആ രാജ്യത്തിലോ ദേശത്തോ ഇല്ല എന്ന്. മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാണാത്ത ആരാധനാലയങ്ങളല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ആരാധനാലയങ്ങൾ അവയുടെ ധർമ്മം മനുഷ്യന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക, അവിടെ എത്തുന്ന മനുഷ്യരിൽ കരുണാർദ്രമായിട്ടുള്ള ഭാവമുണ്ടാക്കുക, സ്നേഹവും കരുണയും വേണ്ടതിലധികം ഒരു മനുഷ്യന് പകർന്നു നൽകുക. അതാണ് എല്ലാ പ്രതിഷ്ഠകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ ക്ഷേത്രങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാ പള്ളികളും നിർവഹിക്കേണ്ടത്. അങ്ങനെ മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റുന്ന കേന്ദ്രങ്ങൾ കൂടിയായി ആരാധനാലയങ്ങളെ മാറ്റാൻ നമുക്കാവണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്റെ മതം നോക്കേണ്ട കാര്യമേയില്ല. മനുഷ്യരെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും അഭിസംബോധന ചെയ്തത് എന്നോർക്കുക. ഇവിടെ ഇന്ന് ഈ സാംസ്കാരിക പരിപാടിക്ക് ശേഷം കുച്ചുപ്പുടിയുടെ അതിമനോഹരമായിട്ടുള്ള ആവിഷ്കാരവും കൂടി നടക്കുന്നുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകി മഞ്ജു വാര്യരുടെ അതിമനോഹരമായ നൃത്തം ഇവിടെ നിങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ്. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച്, ഭഗവതി ക്ഷേത്രമുറ്റത്ത് വെച്ച് ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം എങ്ങനെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കുരുക്ഷേത്രയങ്കണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന സാരോപദേശം എല്ലാ ധർമാധർമ്മ സംഘർഷങ്ങളിലും സംഘട്ടനങ്ങളിലും സത്യാസത്യങ്ങളുടെ ഏറ്റുമുട്ടലുകളിലും സത്യത്തിന്റെ വിജയം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവതാരങ്ങൾ അവതരിച്ചുകൊണ്ടേയിരിക്കും. മഹാമനീഷികൾ, നവോത്ഥാന നായകർ, പരിഷ്കർത്താക്കൾ അവർ വന്നുകൊണ്ടേയിരിക്കും. അത്തരമൊരു വാചകം ഭഗവത്ഗീതയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നന്ദി, നമസ്കാരം.